എല്ലാവർക്കും നമസ്കാരം. നിങ്ങളാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെൻ്റലി ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും നമ്മളൊരാൾക്ക് പറ്റിക്കണമെങ്കിൽ നമ്മളതിന് അവസരം കൊടുക്കണം എന്നാണ് പറയാറുള്ളതല്ലേ. നമ്മളൊരാളെ ചതിക്കണമെങ്കിൽ, നമ്മളെ ഒരാൾ പറ്റിക്കണമെങ്കിൽ നമ്മൾ അവസരം കൊടുക്കാതെ ഒരിക്കലും ഒരാൾക്ക് നമ്മളെ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെടുന്നത്? അന്ധമായിട്ട് നമ്മളൊരു വ്യക്തിയെ വിശ്വസിക്കും. ആ വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്. ചിലപ്പോൾ അത് റാൻഡമായിട്ട് വരുന്ന ഒരാളായിരിക്കാം. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില ആൾക്കാരെയൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കും. അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. റീസെൻ്റായിട്ടും ഒന്ന് രണ്ട് പേരുടെ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റിക്കപ്പെടുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം അമൃത സുരേഷ്, അഭിരാമി സുരേഷ് നിങ്ങൾക്കറിയാമായിരിക്കും. അമൃത സുരേഷ് ബാലയുടെ എക്സ് വൈഫാണ്. അഭിരാമി അമൃതയുടെ സിസ്റ്ററാണ്. അഭിരാമി നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അവരുടെ മാനസികാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അഭിരാമി ഒരു പോസ്റ്റിലൂടെ അറിയിച്ചു. പക്ഷേ ആ പോസ്റ്റ് വായിച്ചപ്പോഴേക്കും പല ആൾക്കാരും അതിനെ തെറ്റിദ്ധരിച്ചു. അഭിരാമി എന്തോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, അതിൻ്റെ പേരിൽ ഡൗൺ ആയിരിക്കുകയാണ്, ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് ആ പോസ്റ്റിലൂടെ പല ആൾക്കാരും മനസ്സിലാക്കിയത്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് അഭിരാമി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നെയാണ് ഈ വീഡിയോ വന്നത്. ഞാൻ ഇന്ന് രാവിലെയാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പല ആൾക്കാർക്കും ഇതൊരു പാഠമാവണം. കാരണം ഒരിക്കലും നമ്മൾ റാൻഡമായിട്ട് വരുന്ന ഒരാളെ വിശ്വസിച്ച്, അത് കാശിന് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന് വേണ്ടി ആയിക്കോട്ടെ, റാൻഡമായിട്ട് വരുന്ന ഒരാളെ വിശ്വസിച്ച് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങരുത്. പ്രണയമായാലും ഇനി അതല്ല മറ്റെന്തെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ഒരിക്കലും ജസ്റ്റ് പരിചയപ്പെടുന്ന ഒരാളുമായിട്ട് ഒരു രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും വയ്ക്കരുത് എന്ന് അഭിരാമിയുടെ ലൈഫിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചു തരാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ കാണാൻ പറ്റും. ഒപ്പം കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം. കാരണം ഇനി ഒരിക്കലും ഒരാളും ഇത്തരത്തിൽ ചതിക്കപ്പെടരുത്. നമ്മൾ പല ആൾക്കാരും അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ചില ബിസിനസ്സിനൊക്കെ ഇറങ്ങുന്നത്. എന്നാൽ ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്ന ചില ഡാഡിലെസ് മോന്മാർ പറ്റിക്കുമ്പോൾ അതിലൂടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ബിസിനസ് നശിക്കുന്നു, ആ വ്യക്തി ഇല്ലാണ്ടാവുന്നു, മെൻ്റലി അയാൾ ബ്രേക്ക് ഡൗൺ ആവും. ഒപ്പം ഇനി ഒരാളെയും അയാൾ ട്രസ്റ്റ് ചെയ്യാതെയാവും. അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ എനിക്ക് അഭിരാമിയോട് പറയാനുള്ള കാര്യം, അഭിരാമി ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വ്യക്തിയുടെ പേര് റിവീൽ ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ട്. അത് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ചെയ്യാത്തെന്ന് പറയുന്നത്. പക്ഷേ ആ പേര് എപ്പോഴെങ്കിലും ഒന്ന് റിവീൽ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് കൂടി പറയാണ്. കാരണം ഇനി ഒരിക്കലും ഒരാളെയും ഇവൻ ചതിക്കാൻ പാടില്ല. പേര് മാത്രമല്ല, ഫോട്ടോയും അവൻ്റെ ഫേസ് ഉൾപ്പെടെ റിവീൽ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അമൃത സുരേഷ് ആൻഡ് അഭിരാമി സുരേഷ് ഒരിക്കലും ഒരാളെയും നിങ്ങൾ ഇത്രയധികം ട്രസ്റ്റ് ചെയ്യരുത്. ഒരിക്കലും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കോട്ടെ, ഒരിക്കലും ഒരാളെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങരുത്. കാരണം നിങ്ങൾക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലരെയും ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ പണി കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ തന്നെ പലപ്പോഴും വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആരെയും അമിതമായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും അഭിരാമിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം. എന്തുകൊണ്ട് അഭിരാമി ഒരു മീഡിയയുടെ മുന്നിൽ വന്നില്ല, സ്വന്തം ചാനലിൽ ഒരു വീഡിയോ ചെയ്തില്ല, എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ അഭിരാമി തന്നെ പറയുന്നത് നമുക്കത് കേട്ട് നോക്കാം. ഹായ്, അഭിരാമിയാണ്. കുറച്ചധികം കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റീസണൊക്കെ ഞാനൊരു പോസ്റ്റിൻ്റെ രൂപത്തിൽ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അത് തന്നെയായിരുന്നു എൻ്റെ അജണ്ടയും. കഴിഞ്ഞൊരു അറൗണ്ട് 5 months ആയിട്ട് ഞാൻ ഭയങ്കര ഉൾവലിഞ്ഞിരിക്കുന്നൊരു പീരീഡായിരുന്നു എല്ലാം കൊണ്ടും. ആൻഡ് ഐ ഹാഡ് എ മേജർ മെൻ്റൽ ബ്രേക്ക് ഡൗൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് വട്ടായിപ്പോയി, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻറ്റി സോഷ്യൽ ആവും. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതെന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് മിസ്ഇൻ്റർപ്രറ്റ് ആയി. കാരണം ഞാനൊരാളെ പേര് റിവീൽ ചെയ്യാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അത് കുറച്ച് മിസ്ലീഡിങ് ആയി. പക്ഷേ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പല ആൾക്കാർ ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ പല ആൾക്കാരും ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പറയാതെ വരുമ്പോഴേക്കും അത് പല രീതിയിലും മിസ്ലീഡ് ചെയ്യപ്പെടും. മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, തെറ്റിദ്ധരിക്കപ്പെടാം. ഇതിന് മുൻപ് നമുക്ക് അനുഭവങ്ങളുണ്ട്. ചില വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അതിലൊരു വ്യക്തത ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പേരുകൾ പറയാതെ വരുമ്പോൾ, പേരുകൾ പറയാത്ത ഒരു പക്ഷേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഇത് പുറത്ത് വിടുമ്പോൾ, ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പുറത്ത് വിടുമ്പോൾ അത് തെറ്റിദ്ധാരണ ഇല്ലാത്ത ലെവലിൽ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ലെവലിലേക്കൊന്ന് പുറത്ത് വിട്ടാൽ വീണ്ടും അതിൻ്റെ പേരിലൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരില്ല. ഇപ്പം അഭിരാമി ഈ ഒരു വാർത്ത പുറത്ത് വിട്ടപ്പോൾ അതിനകത്ത് വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരാളെന്നേ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ കേൾക്കുന്നവർ അല്ലെങ്കിൽ
പോസ്റ്റ് വായിക്കുന്നവർക്ക് തോന്നുന്നൊരു കാര്യം, അഭിരാമി ആരോ ചതിച്ചു, ആരോ പ്രേമിച്ച് ചതിച്ചു, ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാം. ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് അഭിരാമിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അതാണ് അഭിരാമി പറയുന്നത്. ഞാൻ ടോട്ടലി സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാർ, കാരണം നിങ്ങളുടെ വാർത്തകൾ, നിങ്ങൾ പുറത്തുവിടുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും. അത് പല രീതിയിലും വാർത്തകളാവാം, അത് വളച്ചൊടിക്കപ്പെടാം. അതാണ് ഏറ്റവും വലിയ പോയിന്റ്, വളച്ചൊടിക്കപ്പെടാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കും, പക്ഷേ ഇത് പുറത്ത് വരുന്നത് വേറെ ലെവലിലായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കഴിയുന്നതും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാനിത് കൂടുതൽ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആദ്യം മുതലേ തുടങ്ങാം. അതായത് ഒരു 6-7 months ബാക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻസിനും ഒക്കെയും വേണ്ടിയിട്ട്, അതുപോലെ കുറച്ച് സീഡ് ഫണ്ടിങ്ങിൻ്റെയും ഒക്കെയും കാര്യങ്ങൾക്ക് ഒരു പേ ബാക്ക് എന്നൊക്കെ ഞാൻ നോക്കിയിരിക്കുന്നൊരു സമയത്ത് എനിക്കൊരു ഒരാൾ പോപ്ഡ് ഔട്ട് ഓഫ് നോവെയർ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വേറൊരു കാര്യത്തിനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന മെസ്സേജസിൽ നമ്മളങ്ങനെ അത്ര അപ്രോച്ചബിൾ അല്ലാത്തൊരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നു. ആ ആൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ്, നിങ്ങൾക്ക് വേണ്ട പോലത്തെ കസ്റ്റമൈഡ് ആയിട്ടുള്ള ലോൺ പരിപാടികൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു ആവശ്യകത കാരണവും എൻ്റെ ബിസിനസ്സിനോടുള്ള എൻ്റെ ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം അയാൾ പറഞ്ഞതിലേക്ക് ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയി. അതായത് ഒരു വലിയ എമൗണ്ട് പ്രോമിസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ചില ആൾക്കാർക്കുള്ളൊരു ക്വാളിറ്റിയാണ് കൺവിൻസിങ് കപ്പാസിറ്റി. അവൻ ചെയ്യുന്നത് ഉടായിപ്പാണെങ്കിലും അവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ അഗ്രഗണ്യനായിരിക്കും. ഉടായിപ്പാണ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ജെന്യൂൻ പേഴ്സണാണ്, ഞാൻ പറയുന്ന കാര്യം അത് ജെന്യൂനിറ്റി ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. ഇപ്പോൾ കള്ളങ്ങൾ ചെയ്യുന്നവൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഹസ്ബൻഡ് വൈഫിനോട് കള്ളം ചെയ്തു, എന്നാൽ ഭാര്യ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവന് പറ്റുമെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവന് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അവൻ ചെയ്യുന്ന കള്ളങ്ങളാണെങ്കിൽ പോലും. പക്ഷെ എല്ലാവർക്കും അത് പറ്റാറില്ല. ഇവിടെ അഭിരാമിയെ അപ്രോച്ച് ചെയ്ത അയാൾ ചെയ്യുന്നത് ഉടായിപ്പാണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അഭിരാമി അവൻ കൺവിൻസ് ചെയ്തെന്നാണ് പറയുന്നത്. അതും ചെറിയ എമൗണ്ടൊന്നും അല്ല, ലക്ഷങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പരിധിവരെ ഞാനിവിടെ അഭിരാമിയെയും ഒരു ബുദ്ധിമോശം കാണിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇൻസ്റ്റഗ്രാം വഴി വന്നൊരാൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ചെറിയ എമൗണ്ട് അല്ലെന്ന് ഓർക്കണം. ഈ വലിയൊരു എമൗണ്ട് അഭിരാമിനെ പറയണ്ട, അവൻ്റെ പേര് പോലും വ്യക്തമായിട്ട് എനിക്ക് അറിയില്ലെന്ന് പറയുന്നു. ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ വരുന്ന പേര് മാത്രമേ അറിയുള്ളൂ. അത് തന്നെയാണോ അവൻ്റെ പേരെന്നുള്ളത് അഭിരാമിക്ക് അറിയത്തില്ല. അപ്പം അത്ര പോലും അന്വേഷിക്കാതെയാണോ ഇത് ചെയ്തത്, ഈ ഫണ്ട് കൊടുത്തതെന്ന് ചോദിക്കേണ്ടി വരും. ബാക്കി കേട്ടോ, CAയുടെ ചാർജസ്, അയാളുടെ പ്രോസസ്സിങ് ഫീ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യത്തിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ ഒരു റാൻഡമായിട്ട് വരുന്നൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് അയാൾ ചോദിച്ച് അത്രയും എമൗണ്ട് കൊടുത്തില്ലെങ്കിലും കുറച്ച് couple of lakhs I happen to pay that guy. ആൻഡ് ഇതിൻ്റെ ഒരു ഈ എമൗണ്ട് നമുക്ക് ഡിസ്പേഴ്സ് ആവുമെന്ന് പറഞ്ഞ ആ ദിവസം ഈ ആള് ഡിസപ്പിയർ ആവുകയാണ്. എമൗണ്ട് വരുമെന്ന് പറഞ്ഞ ദിവസം ആള് മുങ്ങി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ ഇല്ലായിരുന്നോ? ത്രൂ ഫോൺ കോളിലൂടെ അല്ലേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അതേക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടില്ല, നിങ്ങളുടെ കൂടെയാണ് ഞാനും കാണുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ദിസ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ലാസ്റ്റ് ഡിസംബറിൻ്റെ അവസാനവും തുടക്കവും ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സീനിൻ്റെ പാരലായിട്ട് എനിക്കുണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഫണ്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേറെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പേ ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോമിസ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരും. അപ്പം അങ്ങനെ ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് എടുത്തു. പക്ഷേ ഇയാൾ വൺ ഫൈൻ ഡേ ഡിസപ്പിയർ ആവുന്നതോടുകൂടെ ഞാനും എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് മാത്രം ബാക്കിയായി. ആൻഡ് ദെൻ ഞാൻ ഓരോ ദിവസവും മുമ്പെന്ന് പറഞ്ഞാൽ ഇത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾ എല്ലാ അരമണിക്കൂറും ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ്, ഇതിങ്ങനെയാകുന്നു, ഈ പേപ്പർ വർക്ക് ഇങ്ങനെയായി, അതെവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റ്സ് വരുമായിരുന്നു. പിന്നെ ഇത് നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ നമ്പറിൽ വിളിച്ചാൽ എടുക്കുന്നില്ല, നമ്പർ ഓഫ് ആവുന്നു, അങ്ങനെ ഭയങ്കര സീൻ. അങ്ങനെ ഒരു മിഡൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി പണി കിട്ടിയതാണെന്ന്. അപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം നമ്മുടെ സ്വപ്നത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം, അഭിരാമിയെ പോലൊരാൾക്ക്, അതായത് അഭിരാമിയെ പോലൊരാളെന്ന് പറയുമ്പോൾ അഭിരാമിയും ഒരു സാധാരണ
പേഴ്സൺ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം നോളജ്, അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം ഉള്ള ഒരാൾ ഇതേക്കുറിച്ചൊന്നും പഠിക്കാതെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ചാടി ഇറങ്ങിയെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത്ര പോലും സോഷ്യലി ഇത്ര പോലും ഒരു അവയർനെസ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ആലോചിച്ച് നോക്കി. എത്ര പെട്ടെന്ന് അവൻ ചീറ്റ് ചെയ്യപ്പെടാം. ശരിക്കും ഇതൊരു അവയർനെസ് വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് ഇപ്പം റാൻഡമായിട്ട് ഒരാൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ഒരു മെസ്സേജ് അയക്കുന്നു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ഇത്ര രൂപ അറേഞ്ച് ചെയ്ത് തരാം, പക്ഷേ നിങ്ങൾ അതിൽ പ്രോസസ്സിംഗ് ഫീ എന്ന ലെവലിൽ കുറച്ച് എമൗണ്ട് അങ്ങോട്ട് ആദ്യം കൊടുക്കേണ്ടി വരും, അത് കഴിയുമ്പോൾ ബാക്കി എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിച്ചൂടെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറച്ച് നാൾ മുൻപ് എന്നൊരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തു, ത്രൂ ഇൻസ്റ്റാഗ്രാമാണ്. അവരെന്നോട് പറഞ്ഞ കാര്യം, ഇവർക്കൊരു ലോണിൻ്റെ ആവശ്യം, അങ്ങനെ എന്തോ ആവശ്യമായിട്ട് ഇവരുടെ വീട് ജപ്തി ആ ഒരു ലെവലിലേക്ക് വന്ന സമയത്ത് ഇവർക്ക് അറിയുന്ന ഒരാളാണെന്ന് പറയുന്നത്, പക്ഷെ പുറത്താണ്, വേറെ ഏതൊരു രാജ്യത്താണ്. അവിടെ ഇരുന്നിട്ട് ഇവർക്ക് ഒരു എമൗണ്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയുന്നു. ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അയാൾ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവരങ്ങോട്ട് 35,000 അങ്ങനെ എന്തോ കൊടുത്താൽ മാത്രമേ, 20,000 35,000 അങ്ങനെ എന്തോ കൊടുത്താൽ മാത്രമേ ആ ഫണ്ട് ഇവർക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെന്നെ വിളിച്ചിട്ട് ബ്രോ ഇത് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. നല്ല ഉടായ്പ ഫീൽ ചെയ്തു. കാരണം എയർപോർട്ടിൽ ഈ സാധനം വന്നിട്ടുണ്ട്, അവിടുന്ന് കൊണ്ടുവരുന്ന എക്സിക്യൂട്ടീവ് ഇത് കൊണ്ടുവരണമെങ്കിൽ ഇവർ ഈ കാശ് ഇയാളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരുടെ നിലവിലുള്ള ബാങ്ക് അല്ലാതെ വേറൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അങ്ങനെ എന്തൊക്കെ കുറേ നൂലാമലകൾ അയാൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ആ നമ്പർ പറ്റുമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇയാളെ അറിയുമെന്ന് ചോദിച്ചു. കുറച്ച് നാളായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് ത്രൂ ഇൻസ്റ്റാഗ്രാം. ആളുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആൾ അയക്കാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു കാര്യം ഞാൻ ഇങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയോട്. അപ്പോൾ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ലാക്സ് ഓഫ് എമൗണ്ട് ആണ്, അറൗണ്ട് 64 lakhs അങ്ങനെ എന്തോ എമൗണ്ട് വരുന്നത്, അല്ല 80 lakhs അങ്ങനെ എന്തോ എമൗണ്ട് വരുന്നത്. ഈ എമൗണ്ട് ഒരാൾ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അയാളവിടെ എന്ത് ജോലി ആയിക്കോട്ടെ, പുറത്ത് ഏതോ രാജ്യത്താണ്, എനിക്ക് ഓർമ്മയില്ല, കുറച്ച് നാളായത്. അപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് ജോലിയോ ആയിക്കോട്ടെ, പക്ഷേ ഇത്രയും ലാക്സ് ഓഫ് എമൗണ്ട് അയാൾ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ഉടായ്പില്ലേ. പിന്നെ അതിനകത്ത് അത് കിട്ടണമെങ്കിൽ ഇവർ ഈ പറയുന്ന 20,000 35,000 എന്തോ അങ്ങോട്ട് കൊടുക്കണം. അത് അടച്ചാൽ മതി ഇയാളുടെ അക്കൗണ്ടിലേക്ക്. ഇയാളുടെ അക്കൗണ്ട് നമ്പർ ഇടും, ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഇത് അടയ്ക്കണം. കാരണം ഇയാൾക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഇത് അയക്കാൻ പറ്റില്ല. അയാൾ അത് എന്തോ കൊറിയർ സർവീസ് വഴി എന്തൊക്കെയാണ് പേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കോൺടാക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് മെസ്സേജ് കൊണ്ടിരിക്കുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കും, എത്രയും പെട്ടെന്ന് അയക്കും. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കൊടുക്കരുത്, ഇത് ഫ്രോഡാണ്, ഇത് നിങ്ങളെ പറ്റിക്കാനാണ്. അവസാനം നിങ്ങൾ എത്രയാണോ കൊടുക്കുന്ന ആ എമൗണ്ട് പോലും നിങ്ങൾക്ക് ലോസ് വരും, സോ ചെയ്യരുതെന്ന് പറഞ്ഞു. അവർ ചെയ്തില്ല. 2 ദിവസം അയാൾ ഫോളോ അപ്പ് ചെയ്തു. ആലോചിക്കണം, ഇത് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഒരാൾ അയച്ചു കൊടുത്തുന്നുള്ളതാണ്. ഈ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഒരാൾ അയച്ചു കൊടുത്തു. പക്ഷേ ഈ 20,000 രൂപയോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൊടുക്കേണ്ട എമൗണ്ട് ഇയാൾ കൊടുത്ത അക്കൗണ്ടിൽ കൊടുത്താൽ മാത്രമേ ഇവരുടെ അടുത്തേക്ക് ഫണ്ട് എത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കൊടുത്തില്ല. പിന്നെ അതെന്തായെന്ന് ഞാൻ അന്വേഷിച്ചില്ല. അവരെന്നോടും കോൺടാക്ട് ചെയ്തിട്ടില്ല. ആ നമ്പർ അവർ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിട്ടു. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് വരുന്നുണ്ട്, മനസ്സിലായോ? അത് ഒറിജിനലാണോ ഫ്രോഡാണോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ വേറെ ഏത് രാജ്യത്തും ആയിക്കോട്ടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് വരുന്നുണ്ട്. പക്ഷേ അവിടെ അവർക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ അവർ പെട്ടുപോകുമെന്ന് പറയാം. ഇവിടെ ഇവർക്കാണെങ്കിലോ ഇതെല്ലാം ഒന്ന് നോക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അതിനുള്ള ആൾക്കാരുണ്ട്, എന്നിട്ടും പെട്ടുപോയി എന്ന് പറയുമ്പം അത് കുറച്ച് കടന്ന കൈയായിപ്പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ അഭിരാമിയെ പറ്റിച്ച കഥകളാണ് പറയുന്നത്. ഇയാൾ പൈസ കൊണ്ടുപോയ കഥയാണ് പറയുന്നത്. സോ അതൊരു ചെറിയ കാര്യമല്ല. അതിൻ്റെ പേരിൽ അഭിരാമിക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുറേ സമയം, കുറേ കാശ്, അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് തുടങ്ങി ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവർ ആവട്ടെ. നമ്മളെപ്പോലുള്ള ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴി ഇത്തരത്തിലുള്ള മീഡിയാസ് വഴി വരുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ പൈസ ഇടപാടുകൾ നടത്താതിരിക്കുക. നിങ്ങൾക്ക് ലാഭമുള്ള പരിപാടിയാണെന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾ അഥവാ കൊടുക്കുന്നെങ്കിൽ പോലും കംപ്ലീറ്റ് വെയർഅബൌട്ട്സും അന്വേഷിച്ച് അവരെ നേരിട്ട് പോയി കണ്ട് അവരുടെ വീട് പോയി കണ്ടുപിടിച്ച് ഒക്കെ ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഫണ്ട് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ അബദ്ധം പറ്റും. നിങ്ങളുടെ ലൈഫ് കയ്യിൽ നിന്ന് പോകാം, നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കയ്യിൽ നിന്ന് പോകാം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ, ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാവാം, ഒരുപാട് നഷ്ടങ്ങൾ വരും. അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.